ഹായ് ഹലോ മാസ്റ്റേഴ്സ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളിലൊന്നായ മാരുതി സുസുക്കി ഓൾട്ടോ LXi ആണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. 2018 BS4 വണ്ടിയാണ്. അപ്പോൾ ഇതിന്ന് റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം പെയിൻറ്റ് തന്നെയാണ് ആദിത്യൻ. അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇതിൻ്റെ എന്തൊക്കെയായിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആദിത്യൻ, വെൽക്കം. എന്താണ് സുഖം? വണ്ടി എടുത്തിട്ട് 5 കൊല്ലമായി. 5 വർഷമായി. എങ്ങനെയുണ്ട് വണ്ടി ഇപ്പോൾ? വണ്ടിയുടെ കണ്ടീഷൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് കയ്യിൽ വെച്ചു. ഇത് ഒരുപാട് അങ്ങനെ യൂസ് ചെയ്യാത്ത വണ്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യേണ്ട ഒരു വണ്ടിയാണ്. എത്ര 5 കൊല്ലമായി? 5 കൊല്ലം. കിലോമീറ്റർ ആയി? 26,000. വലിയ ഓട്ടം ഓടിയിട്ടില്ല. വലിയ ഓട്ടോ ഒന്നും ഓടിയിട്ടില്ല ഇന്നുവരെ. അപ്പോൾ ഇത് ഈ ഒരു 5 വർഷത്തെ ടൈം ഗ്യാപ്പിൽ എന്തൊക്കെയായിരിക്കും ഒരു മേജർ കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും? വണ്ടിക്ക് മേജർ കംപ്ലൈന്റ് അങ്ങനെ പൊതുവെ അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ വലുതായിട്ട് ഇപ്പം നമ്മളെ കയ്യിൽ നിന്ന് ചെറിയ ആക്സിഡന്റ് അങ്ങനെ ഇഷ്യൂ വന്നിട്ടുള്ളതല്ലാണ്ട് കംപ്ലൈന്റ് ആയിട്ടൊന്നും അല്ല. ഒരിക്കൽ ഹാൻഡ് ബ്രേക്ക് ജാമായി കിടന്നിട്ടുണ്ടായിരുന്നു ഒരു തവണ. അത് അവർ നോക്കിയിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മഴയത്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് കിടന്നുകൊണ്ട് ബാക്ക് വീല് ജാം വന്നു. ഒരു സൈഡ് മാത്രം, ലെഫ്റ്റ് സൈഡ് മാത്രം ജാമായി കിടന്നായിരുന്നു. അവർ വന്ന് സർവീസുകാർ വന്ന് തന്നെ ശരിയാക്കി തന്നു. അവർ ഇങ്ങോട്ട് വന്ന് തന്നെ. അന്ന് പേയ്മെന്റ് കറക്റ്റ് അറിയത്തില്ല എത്രയാണ്. വണ്ടി പൊതുവെ ഓൾട്ടോയ്ക്കുള്ള ഒരു ഇതാണ് AC ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് വലിവില്ല. എങ്ങനെയാണ് അത്? അത് സത്യമായിട്ടുള്ള വണ്ടി വലിക്കത്തില്ല, ഒട്ടും വലിക്കത്തില്ല. ഒരാൾ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നും കുഴപ്പമില്ല. ലോഡ് ഉണ്ടെങ്കിൽ ഒട്ടും വലിക്കത്തില്ല വണ്ടി. ഭയങ്കര പാടാണ്, ഭയങ്കര ശോകമാണ്. ഇപ്പം ഇത്തിരി കൂടിയിട്ടുണ്ട്. മുന്നേ കുഴപ്പമില്ല, വരുമ്പോഴത്തോണ്ടുള്ള പ്രശ്നം. അത് ഈ ഓൾട്ടോയ്ക്ക് മാത്രമാണോ? ബാക്കി ഒരു പരിചയത്തിൽ വേറെ ആൾക്കാർ കാണുമല്ലോ, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്? അത്യാവശ്യം ഞാൻ ചോദിച്ചവരുടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. 26,000 കിലോമീറ്റർ ഓടിയപ്പോൾ ഈ വണ്ടിക്ക് കൊള്ളാം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുത്ത പൈസക്ക് മുതലാവുന്ന കുറച്ച് ഫീച്ചേഴ്സ് കാണുമല്ലോ, അതെന്തൊക്കെയാണ്? മൈലേജ് ആണ് പ്രോപ്പർ. എത്ര കിട്ടുന്നുണ്ട്? 22 കിട്ടുന്നുണ്ട്. AC ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മൈലേജ് എന്തായാലും കിട്ടും. AC ഇല്ല എന്നുണ്ടെങ്കിൽ, AC ഇട്ടിട്ടുണ്ടെങ്കിൽ മൈലേജ് ഡ്രോപ്പ് നന്നായിട്ട്. വേറെ ഫീച്ചർ എന്ന് പറയാനായിട്ട് എന്താ, അല്ല ഫാമിലി ആയിട്ട് പോകാനായിട്ട് കൊള്ളാവുന്ന ഒരു വണ്ടി. പിന്നെ ഈ ഓൾട്ടോയിൽ അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരുപാട് ഇല്ലാത്ത. ഇതിന്റെ ഡോർ ഹാൻഡിൽ എല്ലാം കുറച്ച് ക്രോം കയറ്റിയിട്ടുണ്ട്. വേറെ എന്തൊക്കെ? അത് ആഫ്റ്റർ മാർക്കറ്റ് കയറ്റിയത്. വേറെ അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഇപ്പം രണ്ടാമത് ഷോറൂം തന്നെയാണ്. അത് നമ്മൾ പാർക്കിങ്ങിൽ ഇട്ടിട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ. ഹോസ്പിറ്റലിൽ പോയ സമയത്ത് വണ്ടി പാർക്കിങ്ങിൽ ഇട്ടേക്കായിരുന്നു. അപ്പോഴത്തേക്കും വൈകുന്നേരം വന്ന് നോക്കിയപ്പോഴത്തേക്കും ഗ്ലാസ് ക്രാക്ക് വീണ് നടക്കുന്നത്. എന്തോ വന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു കല്ല്. ഒരു പാലത്തിന്റെ അടിയിലോട്ടാണ് എന്തോ പൊട്ടിയിട്ടുണ്ട്. ഷോറൂമിൽ നിന്നാണ് മാറ്റിയത്. എമൗണ്ട് കറക്റ്റ് അറിയത്തില്ല, ഞാനല്ല മാറ്റിയത്, പപ്പയാണ് കൊണ്ടുപോയത്. സർവീസ് നല്ല ശോകമാണ്, അത്യാവശ്യം നല്ല ശോകമായിട്ടുള്ള സർവീസ്. ദോഷമായിട്ടുള്ളത് സംഭവിച്ചിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് സർവീസിന് തന്നെ ഈ വണ്ടി കൊണ്ടുപോയ സമയത്ത് നമ്മൾ തിരിച്ചു കിട്ടി. കാരണം നമുക്കറിയത്തില്ല, നമ്മൾ വീട്ടിലെ ആദ്യത്തെ കാറാണ്, നമ്മളൊന്നും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. സർവീസ് ചെയ്ത് കൊണ്ടുവന്നു. പിറ്റേ ദിവസം എന്തോ നോക്കിയപ്പോഴത്തേക്കും വണ്ടിയിൽ ജാക്കി കാണാനില്ല. ജാക്കി മിസ്സായി. അവിടെ ചോദിച്ചപ്പോൾ അവരെടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഷോറൂമിൽ കൊണ്ട് വന്നിട്ട് വണ്ടി വേറെ ഓട്ടം പറ്റില്ല, ഈ വണ്ടി വേറെ ആരും എടുക്കത്തില്ല. അങ്ങനെ പപ്പ അല്ലെങ്കിൽ ഞാൻ, ആ സമയത്ത് ഞാനും എടുക്കത്തില്ലായിരുന്നു. ആ സമയത്ത് പപ്പയാണ് കൊണ്ടുകൊടുത്തത്. ഈ വണ്ടി വേറെ അങ്ങനെ ആർക്കും കൊടുത്തു വിടുന്ന ഇതൊന്നുമല്ല. പക്ഷെ ഷോറൂമിൽ നിന്ന് വന്നു, പിറ്റേ ദിവസം വണ്ടിയിൽ ജാക്കി കാണാനില്ല. കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ജാക്കിയുടെ കാര്യത്തിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവരെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എത്രയോ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. മണ്ണന്തലയിലാണ്, സാരഥിയിലാണ്. പിന്നെ രണ്ടാമതും കുറെ പ്രാവശ്യം പോയിട്ടുണ്ടായിരിക്കുമല്ലോ. വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് സർവീസിന്. നമ്മൾ ബാക്കി സ്പെയർ പാർട്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അന്ന് ഒരു ആക്സിഡന്റ് കേസിലാണ് വണ്ടി കൊണ്ടുപോയി കൊടുത്തത്. ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൊട്ടലുണ്ടായിരുന്നു, ഇവിടെ ഒരു തട്ടിയിട്ട് ഇവിടെ ഒരു പൊട്ടലുണ്ടായിരുന്നു. പിന്നെ സ്ക്രാച്ച് എല്ലാം മാറ്റണമായിരുന്നു, റീപെയിന്റിങ് ചെയ്യണമായിരുന്നു. ഷോറൂമിൽ നിന്ന് തന്നെയാണ്. അപ്പോഴത്തേക്കും ഇതേപോലത്തെ 2 പാർട്സുകൾ പുതിയത് വണ്ടിയുടെ ഡിക്കിക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അവർ തിരിച്ച് റിപ്പയർ തരാമെന്നാണ് പറഞ്ഞത്. തിരിച്ചും ആ പാർട്സ് വെച്ച് റെഡിയാക്കി തരാൻ പറഞ്ഞിട്ടാണ് വണ്ടി കൊടുത്തത്. പക്ഷെ വണ്ടി കിട്ടിയപ്പോഴത്തേക്കും അതൊന്നും വെച്ചിട്ടുമില്ല.
ആ പാർട്സുകളൊന്നും കാണാനില്ല, സ്പെയർ പാർട്സും കാണാനില്ല. പൊതുവിൽ അവിടുത്തെ ഒരു സർവീസ് ശോകമാണ്. പിന്നെ നമ്മൾ ആ സമയത്ത് നോക്കിയതുകൊണ്ട് അവരെടുത്ത് തന്നു, കിട്ടി, ആ സമയത്ത് കിട്ടി. അത് അതിന് മാത്രമാണ് വേറെ ഒരുപാട് ആൾക്കാർ ഇത് സംഭവിക്കുന്നുണ്ടായിരിക്കും, അറിയത്തില്ല അതിനെപ്പറ്റി. നമ്മളിപ്പോൾ ആരുടെ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല, നമുക്ക് കിട്ടിയ അനുഭവം അതാണ്. ബാക്കി എന്നാ കംപ്ലൈന്റ് എന്തൊക്കെയായിട്ട് നമ്മൾ മാറുമ്പോഴത്തേക്ക് അതിന്റെ അവർ ചെയ്ത് തരുന്ന വർക്ക് എങ്ങനെയുണ്ട്? അത് വർക്ക് പ്രോപ്പർ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പെയിന്റിങ് ക്വാളിറ്റിയിലായിരുന്നാലും ഇപ്പൊ നമ്മളിപ്പോ ഒരു തവണ പെയിന്റ് മാറ്റിയിട്ടുണ്ട്. പെയിന്റിംഗ് ഒന്നും പ്രോപ്പർ ആയിട്ടല്ല അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീക്ക് ആയതുപോലെ ഇപ്പൊ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ലീക്ക് ആകുമ്പോൾ ഒരു പൊങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നു, അങ്ങനെ വന്നിട്ടുണ്ട്. ഫിനിഷിംഗ് ഇല്ലാതെ ഒലിച്ചിറങ്ങുന്ന പോലെ പെയിന്റിങ് പല ഭാഗത്തും വന്നിട്ടുണ്ട്. പിന്നെ ഈയിടെ ഗ്ലാസ് മാറിയ സമയത്ത്, ഫ്രണ്ട് വിൻഷീൽഡ് മാറിയ സമയത്ത് ഇത് കണക്ക് ഇതിനെന്തോ പൗഡർ എന്തോ ചേർത്തിട്ടാണ് അവരെന്തോ ഇത് ചെയ്യുന്നത്. അതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു, ക്ലീനിങ് ഇല്ലായിരുന്നു പ്രോപ്പർ. വണ്ടി കൊള്ളാം, സർവീസ് പോരാ, അത് മാത്രമേ ഉള്ളൂ. അല്ല, പൊതുവിൽ നമുക്ക് ഈ മാരുതി സുസുക്കിയുടെ ഈ സൈസിലുള്ള ചെറിയ 800 വരുന്ന ആ ഒരു വണ്ടിയൊക്കെ എല്ലാം ഒരു സേഫ്റ്റിയുടെ കുറച്ച് അങ്ങനെ കുറച്ച് ഇതും പറയാറുണ്ട്. ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചളങ്ങി പോകുന്നു, അങ്ങനത്തെ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ ഒരു ഇഷ്യൂ ഒക്കെ പറയുന്നുണ്ട്. വണ്ടി എടുത്ത സമയം തൊട്ട് ഇതുവരെയായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വണ്ടിയുടെ ആയിട്ട് ഒരു ബിൽഡ് ക്വാളിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബിൽഡ് പെട്ടെന്ന് എന്തെങ്കിലും കംപ്ലൈന്റ് ഇതാവുന്ന, ചളുങ്ങുക, തട്ടുക, മുട്ടുക സംഭവിക്കുമ്പോൾ? പെട്ടെന്ന് ചളുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഈ ഭാഗമൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. ഫ്രണ്ട് ബമ്പർ ലോക്ക് ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ചെറിയ തട്ടിൽ വന്നാലും പെട്ടെന്ന് ഇളകി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടപ്പോൾ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു മിറർ ഉണ്ടല്ലോ, ഇവിടെ ചെറുതായിട്ട് ടച്ച് ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഊരി വീഴാനുള്ള ചാൻസ്, മിറർ മാത്രമായിട്ട് ഊരി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഊരി വീണായിരുന്നു, ചെറിയൊരു തട്ട് കെട്ടിയാണ് ഊരി വീണിട്ടുള്ളത്. വണ്ടി എടുത്ത സമയത്താണോ? അല്ലല്ല, ഈ ഇടയ്ക്ക് കുറച്ചാണ്. അത് മാത്രമായിട്ട് മാറി? അതും ഈ സാരഥി തന്നെയാണോ? അത് സാരഥി എന്നല്ല, പുറത്തുനിന്നാണ് ഞാൻ മാറിയത്. സാരഥി മടുത്തു, അത് ഞാൻ പുറത്തുനിന്ന് അപ്പൊ തന്നെ മാറാൻ പറയും. ഫാമിലി കാറായിട്ട് തന്നെയാണ് മാരുതി പൊതുവെ ഈ വണ്ടി ഇറക്കുന്നത്, ഫാമിലി കാറിന് അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ പർപ്പസിന് എല്ലാം ഓക്കെയാണ്. പർപ്പസിന് നമ്മളെ വീട്ടിൽ 5 പേരാണ്, 4 പേരാണ്, 4 പേരാണ്. 4 പേര് സുഖമായിട്ട്, ഒരു കുഴപ്പമില്ല. 5 പേർക്ക് സുഖമായിട്ട് പോവാം. 5 പേരുണ്ടെങ്കിൽ 5 പേര് സുഖമായിട്ട് പോവാം, കുഴപ്പമൊന്നുമില്ല. സീറ്റിങ്ങിന്റെ കാര്യത്തിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല, സുഖമാണ്. പിന്നെ ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് എങ്ങനെ വേണോ കൊണ്ടു നടക്കാൻ പറ്റുന്ന നല്ല കംഫർട്ടുള്ള വണ്ടി, എങ്ങനെ വേണോ കൊണ്ടു നടക്കാൻ പറ്റുന്ന വണ്ടി. നമുക്ക് എന്തോന്ന് പറയാൻ, AC ഓഫ് ചെയ്താൽ പവർ കാണിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പാർക്കിങ്ങിനായിരുന്നാലും കംഫർട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാഫിക്കിൽ പോയി കിടന്നു കഴിഞ്ഞാലും നമുക്ക് എങ്ങനെ വേണോ കയറി അങ്ങ് പോവാം. ചെറിയ വഴികളായിരുന്നാലും ഗ്യാപ്പ് അടിച്ച് പോകാൻ. ഇപ്പൊ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ഈ വലിയ നല്ല റോഡ് കാണിക്കാതെ ഇടവഴികളൊക്കെ ആയിരിക്കും കാണിച്ചത്. അങ്ങനെയൊക്കെയാണ് സുഖമാണ്. ഇന്ത്യൻ റോഡിന് പറ്റിയ ഒരു വണ്ടി തന്നെയാണ് ഇത്. അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് പഠിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ ആദ്യം പഠിച്ചു തുടങ്ങുന്നത് 800 സീരീസിലൊക്കെ ആണല്ലോ. പൊതുവെ ആൾക്കാർക്ക് ഓൾട്ടോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇത് തന്നെയാണ്. ഇനി ഈ ഓൾട്ടോ അല്ലാതെ ഇനി എപ്പോഴെങ്കിലും ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് വേറെ ഒരു വണ്ടി എടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട്? ഏതിനോട്ടാണ്? എനിക്ക് 7 സീറ്റർ ആണ് പൊതുവെ താല്പര്യമുള്ള വണ്ടി. 7 സീറ്റർ എങ്ങനെ കാണും? ഉടനെ ഇല്ല, പറ്റുവാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഒക്കെ. നമുക്ക് ഈ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ ഒരു പുതിയ 7 സീറ്റർ വണ്ടിയിലോട്ട് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം ഷോറൂമിന്റെ ഭാഗത്തുനിന്ന് പറ്റിയായിരുന്നു. വണ്ടിയുടെ ഒരു നെഗറ്റീവ് AC അതിന്റെ ഒരു വേറെ എന്തൊക്കെയുണ്ട്? വേറെ സ്റ്റിയറിംഗ്, പവർ സ്റ്റിയറിംഗ് ആണെങ്കിലും കുറച്ച് ഹാർഡാണ്. ചെറിയ നോയ്സും വരുന്നുണ്ട് അധികം. അല്ല, ചില വണ്ടിക്കൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് അങ്ങനെ കാണും, പിന്നീട് കുറെ നാൾ കഴിയുമ്പോൾ യൂസ് ആകുമ്പോഴത്തേക്ക് അത് കുറച്ച് സോഫ്റ്റ് ആവും. അങ്ങനെയല്ല, സോഫ്റ്റ് അല്ല. ഇത് എടുത്ത സമയത്ത് നല്ല സോഫ്റ്റ് ആയിരുന്നു, ആദ്യമൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ഇനിയിപ്പം വർഷം എത്ര ആയതാണോ എന്താണെന്ന് അറിയത്തില്ല, 5 വർഷമായി. അപ്പം സ്റ്റിയറിംഗ് നല്ല നോയ്സ് ഉണ്ട്, ചെറിയൊരു നോയ്സ് ഉണ്ട് ഓട്ടിക്കുന്ന സമയത്ത്. ഗിയർ സ്ലിപ്പിംഗ് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല, ഒരു പ്രശ്നമില്ല. അന്ന് എടുത്തപ്പോൾ വണ്ടിക്ക് എത്ര എമൗണ്ട് ആയിരുന്നു? വണ്ടിക്ക് അന്ന് എടുത്തപ്പോഴത്തേക്കും കറക്റ്റ് അറിഞ്ഞൂടാ. ഞാൻ ഈ വണ്ടി എടുക്കാൻ പോയപ്പോൾ ഷോറൂമിൽ പോലും ഞാൻ പോയിട്ടില്ല, വണ്ടി എടുത്തോണ്ട് വന്നെന്നുള്ളത് തന്നെയാണ്. പിന്നെ EMIക്കാണ് വണ്ടി എടുത്തത്, ലോണിനാണ്. കറക്റ്റ് എമൗണ്ട് നമുക്ക് അത്രയും അങ്ങോട്ട് ആക്യുറേറ്റ് ആയിട്ട് അറിയത്തില്ല. അപ്പോൾ സർവീസിന്റെ കോസ്റ്റും കറക്റ്റ് ആയിട്ട് അറിയാൻ വഴിയില്ലായിരിക്കും. സർവീസിന്റെ കോസ്റ്റും പപ്പ വേണം പിടിച്ചെടുത്ത് സംസാരിക്കേണ്ടിയിരുന്നത്. പപ്പയ്ക്ക് വരാൻ പറ്റാത്തതാണ്. പിന്നെ എന്താ പറയാൻ, വണ്ടി സർവീസ് കോസ്റ്റിന് ഒരുപാട് പൈസ എന്തായാലും പൊട്ടത്തില്ല, ഒരുപാട് പൈസ പോകത്തില്ല. അത്യാവശ്യം നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന പൈസ സർവീസ്, 2 വീലറിന്റെ ആ ഒരു പ്രൈസിൽ തന്നെയാണ് സർവീസ്. ഇതിന്റെ സ്പെയർ പാർട്സിന് എങ്ങനെയാണ്? നല്ല എപ്പോഴും സ്പെയർ പാർട്സിന് പൊതുവെ ചിലവ് കുറവാണ്. കുറവ് തന്നെയാണ്.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ മാറ്റി എന്ന് പറയാൻ നമ്മൾ ഈ സൈഡിലെ മിറർ പറഞ്ഞു, അല്ലാതെ വണ്ടിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മാറ്റേണ്ടി വന്നിട്ടുണ്ടോ? ഈ മിറർ, ഈ ഫ്രണ്ട് വിൻഷീൽഡ് മാറിയിട്ടുണ്ട്, മിറർ ഒരിക്കൽ മാറിയിട്ടുണ്ട്, പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ പോർഷൻ ഇതും മാറിയിട്ടുണ്ട്. അവിടെ നിന്ന് ഷോറൂമിൽ തന്നെയാണോ? ഇത് ഷോറൂമിൽ തന്നെയാണ്. ഇതെല്ലാം വിൻഷീൽഡിന്റെ കൂടെ മാറ്റിയത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഇന്റീരിയർ ഭാഗത്തോട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് വണ്ടി ഇറങ്ങിയ എടുത്ത സമയത്തുണ്ടായിരുന്നതിനെക്കാട്ടി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് മ്യൂസിക് സിസ്റ്റം അങ്ങനെ എന്തെങ്കിലും മാറ്റി? അഡീഷണൽ ആയിട്ട് ഇറങ്ങിയ സമയത്തുള്ളത് തന്നെയാണ്, ഷോറൂമിൽ നിന്ന് വെച്ച് തന്നെയാണ്. എങ്ങനെയാണ്? മ്യൂസിക് സിസ്റ്റം മോശമാണ്. നല്ല മോശമാണ്. അത് നമുക്കിപ്പം പ്രൈസ് റേഞ്ച് കൂടെ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതായത് നമ്മൾ ഈ കൊടുത്ത ഈ വണ്ടിയുടെ വിലക്ക് പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല? അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. മാറ്റുന്നുണ്ട്. ഓഡിയോ സിസ്റ്റം മാറ്റണമെന്നുണ്ട്, കുഷൻ മാറ്റണമെന്നുണ്ട്, സീറ്റിന്റെ കുഷൻ മാറുന്നുണ്ട്. മാറണമെന്ന് ആഗ്രഹമുണ്ട്. കംഫോർട്ടാണ്, കുഴപ്പമില്ല. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആയിരുന്നുണ്ടെങ്കിൽ ലോങ് ഓട്ടിക്കുന്ന സമയത്ത് ബാക്ക് പെയിൻ ചെറുതായിട്ട്. ഇത് അത്യാവശ്യം എത്ര ലോങ് പോയിട്ടുണ്ട്? ഇത് ഒരിക്കൽ വാഗമണ് പോയിട്ടുണ്ട്. വാഗമണ് പോയി. അപ്പോഴെങ്ങനെ എന്താണ് ഒരു ബുദ്ധിമുട്ട്? എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല. ലെഗ് സ്പേസിന്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്? നമ്മളിപ്പോ സാധാരണ കുറച്ചുകൂടെ വലിയൊരു വണ്ടിയിൽ ഇരുന്ന് ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടിയുടെ ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഹൈറ്റിൽ നമ്മൾ ഇരുന്ന് ശീലിച്ചിട്ട് ഇത് വരുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ താഴ്ന്നതാണ്. അങ്ങനെ മാറി വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് മാത്രമല്ല, ഈ വണ്ടി താഴ്ന്നിരിക്കുന്ന വണ്ടിയിൽ ഇരുന്നിട്ട് വേറെ എന്തെങ്കിലും വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും അതിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അതിൽ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫ്രണ്ടിൽ കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസ് തന്നെ ഉണ്ട്. പക്ഷെ ബാക്കിൽ ഒരാൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇടേണ്ടി വരും. അത്യാവശ്യം സൈസ് ഉള്ളതിനൊക്കെ നല്ല പൊക്കമുള്ള ഒരാൾ പുറകെ ഇരിക്കുന്നുണ്ടെങ്കിൽ സീറ്റ് ഫ്രണ്ടിലോട്ട് ഇടേണ്ടി വരും. അപ്പൊ ചെറിയൊരു കംഫോർട്ട് കുറവുണ്ട്. അവിടെ നിന്ന് കുറച്ച് സീറ്റ് ഇങ്ങോട്ട് ആക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിലും അത്യാവശ്യം നല്ല പൊക്കമുള്ള ഒരാൾ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും പെട്ടൊരവസ്ഥയാണ്. ഡ്രൈവർക്കാണെങ്കിലും ഡ്രൈവർക്ക് കുഴപ്പമില്ല, സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ പറ്റും. എനിക്ക് പല ഓൾട്ടോയിലും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്തൊരു ബോട്ടിലൊക്കെ വെക്കേണ്ട ഒരു ഹോൾഡറിന്റെ ഒക്കെ ഒരു കുറച്ച് കുറവുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് ബാക്കിലത്തെ ബൂട്ട് സ്പേസിന്റെ ഒരു സ്റ്റോറേജിന്റെ ബൂട്ട് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആണ്. അത്യാവശ്യം നല്ല ലഗേജ് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലുള്ള ബൂട്ട് സ്പേസ് തന്നെ പുറകിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ പ്രൈസിനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചോദിക്കാൻ പാടില്ല. ഇത് നെഗറ്റീവായിട്ട് കൂടുതൽ ഈ പ്രൈസിന് നമുക്ക് ഒത്തൊരു വണ്ടി തന്നെയാണ്. അതിൽ ഞാൻ ഹാപ്പിയാണ്. ഈ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് പറ്റിയ സാധനങ്ങളെല്ലാം ഇതിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാത്തിലും വണ്ടിയുടെ കാര്യത്തിൽ ഹാപ്പിയാണ്. ഒന്നും വഴിയിലൊന്നും കിടത്തിയിട്ടില്ല, വഴിയിൽ അങ്ങനെ ഒന്നും നിന്നിട്ടില്ല. എല്ലാ കാര്യത്തിലും പക്കയായിട്ട് പോകും. നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നതിന് ഹാപ്പിയാണ്. സർവീസ് സെന്ററിന്റെ കാര്യത്തിൽ സർവീസ് ഒഴിച്ച് ബാക്കി എല്ലാം ഹാപ്പിയാണ്. സർവീസ് വേറെ ഏതെങ്കിലും ഒരു സർവീസ് സെന്റർ നോക്കിക്കൂടായിരുന്നു? വേറെ നോക്കാൻ എന്ന് പറഞ്ഞാൽ ഞാനല്ല ഈ വണ്ടി സർവീസിന് കൊണ്ടുവന്നു, പപ്പ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പപ്പ അവിടെ കൊണ്ടുപോയി തന്നെയാണ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യണത്. അപ്പോഴത്തേക്കും ഞാനല്ല സത്യം പറഞ്ഞ ഈ വീഡിയോ മൊത്തത്തിൽ സംസാരിക്കേണ്ട ആള് എൻ്റെ പപ്പ തന്നെയാണ്. പിന്നെ ഞാൻ വന്ന് ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാൻ ഇത് 3 വർഷം ഞാനാണ് കൂടുതലും കൊണ്ടുനടക്കുന്നത്. അതിന്റെ കാര്യങ്ങൾ മാത്രമാണ് പൊതുവെ എനിക്ക് അറിയാവുന്നത്. സർവീസ് എല്ലാം നമുക്ക് അതാണ് ആവശ്യം. നമുക്കിപ്പോൾ ഇത്ര കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഓടിക്കുന്ന ആളുടെ കാര്യത്തിൽ നമ്മൾ ചോദിക്കേണ്ടത് പപ്പ എടുത്തെന്ന് പറഞ്ഞിട്ട് നീയല്ലേ ഓടിക്കുന്നത്. എൻ്റെ സൈഡ് നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിത് ഓക്കെയാണ്. എനിക്ക് അത്യാവശ്യം പുറത്ത് കൊണ്ടുപോകാനും എന്തെങ്കിലും അത്യാവശ്യം വന്ന് എടുത്തുകൊണ്ട് പോകാനും ലോങ് പോകാനായിരുന്നാലും എനിക്ക് ഈ വണ്ടി ഓക്കെയാണ്. മൈലേജിന്റെ കാര്യത്തിൽ ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ സമയത്തൊക്കെ ഉള്ള നമുക്കൊരു 2 വീലർ ഓടിക്കുന്ന ആൾക്കാർക്ക്, ഒരു അത്യാവശ്യം പവറുള്ള ഒരു വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് ഇതുമായിട്ട് ബൈക്കിനെ അപേക്ഷിച്ച് ഇപ്പം എനിക്കുള്ളത് ഒരു ഡ്യൂക്കാണ്. അതിന്റെ സർവീസ് കോസ്റ്റ് പോലും ഇതിന് ആവുന്നില്ല. അതിലൊരു സന്തോഷമുണ്ട്. അതിലിരിക്കുന്നതിനെക്കാട്ടി കുറച്ച് ഇതായിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ വന്നിട്ടുള്ളതിൽ ഏറ്റവും ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഫീച്ചറായിട്ട് ഇറങ്ങുന്ന ഈ വിലയ്ക്ക് ഇറങ്ങുന്ന ഈ വണ്ടി എന്തുകൊണ്ടും ഒരു ഫാമിലി ആൾക്കാർക്ക് സെറ്റ് ആവുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളൊന്നും പറയാം നമ്മൾ ചോദിക്കുമ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കൂടുതലായിട്ടുണ്ടായ സർവീസ് സെന്ററിന്റെ കാര്യത്തിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ട് വേറെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. ഇതിനകത്ത് ഇനി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും കമന്റിൽ നിങ്ങൾ ചോദിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമ്മളിനി ഉടനെ തന്നെ അടുത്ത് ഇവന്റെ തന്നെ ഒരു ഡ്യൂക്കിന്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം.